ഇതിൽ ഉയർന്ന ചോദ്യങ്ങൾ ഏപ്രിൽ 22-ന് ഈ സംഭവം നടന്ന ഉടനെ തന്നെ കുറേ അധികം ചോദ്യങ്ങൾ നമ്മളെല്ലാം മനസ്സിലുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആ ചോദ്യങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ തന്നെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത്. അപ്പോൾ സിന്ദൂർ നടന്ന അത് കഴിഞ്ഞതിന് ശേഷവും ഈ തീവ്രവാദികൾ, ഈ ഭീകരർ എവിടെ എന്നൊരു ചോദ്യം അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭീകരർ എവിടെ എന്നുള്ള ചോദ്യം നിലനിൽക്കുമ്പോഴാണ് പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം തുടങ്ങുന്നത്. ആ വർഷകാല സമ്മേളനം ആരംഭിച്ചതിന് ശേഷം 3 ഭീകരരെ വധിച്ചതായിട്ട് ഇന്ന് അമിത്ഷാ പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കുന്നു. ഇത്രയാണ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ. അപ്പോൾ ഈ പ്രതിപക്ഷം അന്ന് ഉയർത്തിയ ചോദ്യങ്ങൾ, ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇതോടുകൂടി ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഈ സംഭവം നടന്ന ഉടനെ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അതിലെ ദൃക്സാക്ഷികളുടെ വിവരണപ്രകാരം കാമോഫ്ലാഷ് ധരിച്ച, അതായത് സൈനിക വേഷത്തിലുള്ള, കറുത്ത പട്ടാള വേഷത്തിലുള്ള 3 പേരാണ് ഈ വെടിയുതിർത്തതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. മലയാളികളായ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. പക്ഷേ ഈ സംഭവം നടന്ന പിറ്റേന്ന് തന്നെ ദേശീയ മാധ്യമങ്ങൾ പൈജാമ ധരിച്ച ഒരു AK-47 പിടിച്ച കുറേ പേരുടെ ചിത്രങ്ങൾ, ആദ്യ ചിത്രങ്ങൾ പുറത്തുനിന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. ഉടനെ തന്നെ അത് ഫാക്ട് ചെക്ക് ചെയ്തു. അത് പഴയ ഏതോ വിഷ്വൽസിൽ നിന്നെടുത്ത് ഉപയോഗിച്ചാണെന്നുള്ളത് തെളിഞ്ഞു. തൊട്ടുടനെ തന്നെ 4 പേരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ പുറത്തു വന്നിരുന്നു. അതായത് ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 4 പേർ എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ പുറത്തു വന്നിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരല്പസമയത്തിനകം തന്നെ ദൃക്സാക്ഷികളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം ഒരു സ്കെച്ച് സുരക്ഷാ സേന തയ്യാറാക്കി, ഒരു രേഖാചിത്രം തയ്യാറാക്കി, അതും പുറത്തു വിട്ടു. അപ്പോൾ പുറത്തു വന്ന ചിത്രങ്ങളിൽ 4 പേരാണുള്ളത്. രേഖാചിത്രം 3 പേരുടേതാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ചിത്രം തെറ്റായിരിക്കാം, വന്ന ചിത്രം ചിലപ്പോൾ തെറ്റായ ഇതായിരിക്കാം. പക്ഷേ ആ പുറത്തു വന്ന ചിത്രങ്ങളിലുള്ള ഒരാളുടെ മുഖസാദൃശ്യമുള്ള ഒന്ന് ഈ സ്കെച്ചസിലുണ്ട്, ഒരാളുടേത്. പക്ഷേ മറ്റുള്ളതിൽ നീണ്ട താടിക്കാരൻ അതിലില്ല, ഈ ചിത്രത്തിലില്ല. പക്ഷെ നീണ്ട മുഖമുള്ള ഒരാളുടെ ചിത്രം ഈ രേഖാചിത്രത്തിലുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ഫോട്ടോ, പുറത്തു വന്ന ഫോട്ടോ അവരുടേതാകാം, അല്ലാതിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ പങ്കെടുത്ത ഒരാൾ ഇതിൽ ഉള്ളതായിരിക്കാം, നമുക്കറിയില്ല. അതിനെപ്പറ്റി വ്യക്തതയൊന്നുമില്ല, മാധ്യമങ്ങൾ വന്ന കാര്യമാണ് പറയുന്നത്. പ്രതിപക്ഷം ഉയർത്തിയ ആദ്യത്തെ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുള്ള സെക്യൂരിറ്റി ലാപ്സാണ്. അതിനെക്കുറിച്ച് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ രാജ്നാഥ് സിംഗും പാർലമെൻറ്റിലൊന്നും പറഞ്ഞിട്ടില്ല. സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻ്റലിജൻസ് ഗ്യാപ്പാണ്. ഇൻ്റലിജൻസ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ പാകിസ്ഥാനികളാണെന്നാണ് അമിത്ഷാ പറയുന്നത്. പാകിസ്ഥാനികളാണെങ്കിൽ ഇവർ അകത്ത് വന്നത് എങ്ങനെ? അകത്ത് വന്ന അവർ ഈ ഭീകരാക്രമണം ഏപ്രിൽ 22 നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ജൂലൈ 29 വരെ അവർ കശ്മീരിൽ തന്നെ തങ്ങിയത് എങ്ങനെ? ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി വേണം. അത് ആ മറുപടി രാജ്നാഥ് സിംഗിൻ്റെയോ അല്ലെങ്കിൽ അമിത്ഷായുടെയോ ചോദ്യത്തിന് ഉത്തരവായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, പ്രിയങ്ക ഗാന്ധി ഇന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പ്രിയങ്ക ഗാന്ധി ചോദിച്ചത്, എന്ത് സംഭവം ഉണ്ടാകില്ല അതിനൊരു ഉത്തരവാദി ഉണ്ടാവും. ഈ സംഭവത്തിന് ഉത്തരവാദി ആരാണ്? അത് IB ആണെങ്കിൽ IB ഉത്തരവാദിയാണോ? ആഭ്യന്തരമന്ത്രി ഉത്തരവാദിയാണോ? പ്രതിരോധ മന്ത്രി ഉത്തരവാദിയാണോ? ഇതിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടായിട്ടില്ല. ഇനി മറ്റൊരു പ്രശ്നം, കഴിഞ്ഞ ദിവസം ദ ക്വിൻറ്റ് എന്ന മാധ്യമത്തിന് മുൻ ആഭ്യന്തരമന്ത്രി P. ചിദംബരം, കോൺഗ്രസ് നേതാവാണല്ലോ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചിരുന്നു, ഇവർ പാകിസ്ഥാൻ ടെററിസ്റ്റുകളാണെന്ന് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതായത് ഇവർ വെടിവെച്ചിടുന്നതിന് തൊട്ടു മുമ്പാണ് അഭിമുഖം പുറത്തു വന്നത്. അവർ ഒരു ഹോം ഗ്രോൺ ടെററിസ്റ്റുകളാവാനുള്ള സാധ്യതയില്ലേ എന്നാണ് ചിദംബരം ചോദിക്കുന്നത്. എന്ത് എവിഡൻസ് ആണ് ഇതിലുള്ളത്? ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല കേന്ദ്രത്തിൻ്റെ സമീപനം ഇക്കാര്യത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ അതിനെതിരെ ഇന്നലെ BJPയുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. പാകിസ്ഥാനെ വെള്ളപൂശുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്, പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നവർക്ക് സഹിക്കുന്നില്ല എന്നായിരുന്നു ഒരാരോപണം. അപ്പോൾ ചിദംബരം അതിന് മറുപടി നൽകുകയും ചെയ്തു. ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളിതാ 3 പേരെ കൊന്നു കഴിഞ്ഞു. അപ്പോൾ അന്ന് പുറത്തു വന്ന പേരുകൾ, ആ ചിത്രങ്ങൾ പുറത്തു വന്നതോടൊപ്പം ഇത് പങ്കെടുത്ത ആളുകളുടെ പേരുകൾ മാധ്യമങ്ങളോട് പുറത്തു വന്നിരുന്നു. ആരും ഒഫീഷ്യലി പറഞ്ഞതല്ല കേട്ടോ. ആ പേരുകളല്ല ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. ഇവരെ കൊല്ലുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു പ്രതിപക്ഷത്തിന് സന്തോഷമാകുമെന്ന്. പക്ഷെ എല്ലാവരുടെ മുഖത്ത് ദുഃഖമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരെ പരിഹസിക്കുകയാണ്. അതായത് ഇവരെ കൊന്നത് പ്രതിപക്ഷത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിൻ്റെ നേരെ നോക്കി അദ്ദേഹം പറയുകയാണ്, അഖിലേഷ് ജി ഈ കൊല്ലപ്പെട്ടവരുടെ മതം ഓർത്ത് അങ്ങ് ദുഃഖിക്കേണ്ട എന്നും പറയുകയാണ്. അതായത് ഈ ഒരു സംഭവത്തെ BJP അവരുടേതായ രീതിയിൽ രാഷ്ട്രീയമായി പാർലമെൻറ്റിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാമോ ഇത്തരം സംഭവങ്ങളിൽ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പാടില്ല.
ഇത്തരം സംഭവങ്ങളെ രാഷ്ട്രീയമായി ആരും, അത് കോൺഗ്രസ് ഉപയോഗിക്കാൻ പാടില്ല, BJP ഉപയോഗിക്കാൻ പാടില്ല. പകരം പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്കണം. ആ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി നൽകേണ്ട ബാധ്യത സർക്കാരിനാണുള്ളത്. സർക്കാർ അതിന് കൃത്യമായ മറുപടി കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടക്കാത്ത കാര്യം. ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാനുള്ള ശ്രമം എല്ലാ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടിയിരുന്നത്. മറ്റൊരു കാര്യം, ഈ ഹോം ഗ്രോൺ ടെററിസ്റ്റുകളാണ് എന്ന് പി ചിദംബരം ചോദിക്കാൻ കാരണം എന്താണ്? ആ ചോദ്യം ഒരു ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. അവർ ഹോം ഗ്രോൺ ടെററിസ്റ്റുകളാവാനുള്ള സാധ്യതയില്ലേ എന്ന് ചിദംബരം പാസീവായിട്ട് പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ അത് ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം പുൽവാമ അറ്റാക്കിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളതിനെ കാണാൻ. പുൽവാമ അറ്റാക്ക് നടത്തിയത് ഒരു ഹോം ഗ്രോൺ ടെററിസ്റ്റ് ആയിരുന്നു. അയാൾ പാകിസ്ഥാനിയല്ലായിരുന്നു. ഒരു കാറിൽ നിറയെ സ്ഫോടക വസ്തുക്കളുമായി ഈ CRPFൻ്റെ കോൺവോയിലേക്ക് ഇടിച്ചു കയറിയത് കശ്മീരിയായ ഒരാളായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ഒരുപക്ഷെ ചിദംബരം പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഇതിൽ ഏറ്റവും യാദൃശ്ചികം എന്താണെന്ന് വെച്ചാൽ, ഈ ടെററിസ്റ്റുകൾ എവിടെ എന്ന ചോദ്യം ഏപ്രിൽ 22 ആക്രമണം നടത്തിയതിന് ശേഷം ഈ ജൂലൈ വരെ ഈ ടെററിസ്റ്റുകൾ എവിടെ എന്ന ചോദ്യം ഉയർന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ അവർ വെടിവെച്ച് കൊല്ലാൻ കാണിച്ച ധീരത, കൃത്യത, അതിൽ ആർമിയെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. പക്ഷേ ആർമി മാത്രമല്ല ഈ ഓപ്പറേഷൻ മഹാദേവ് എന്നാണ് ഇതിന് പേരിട്ടത്. ഓപ്പറേഷനിൽ ആർമി മാത്രമല്ല പങ്കെടുത്തത്, ജമ്മു ആൻഡ് കാശ്മീർ പോലീസും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെ വെടിവെച്ചതിന് ശേഷം, കൊന്നതിന് ശേഷം ആർമി ഒരു വാർത്താ സമ്മേളനം നടത്തായിരുന്നതാണ് ഇന്നലെ വൈകിട്ട്. പക്ഷേ ആ വാർത്താ സമ്മേളനം വളരെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യപ്പെട്ടു. അതെന്തുകൊണ്ടാണെന്നുള്ളതിന് ഉത്തരം ഇനിയും കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർന്നതിന് ശേഷമാണ് ഇത് അറിയിപ്പ് വന്നത്, ഞങ്ങളിത് മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ ജമ്മു ആൻഡ് കാശ്മീർ പോലീസിൽ ആരും ഉണ്ടായിരുന്നില്ല. അത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷേ അത് ചെയ്യേണ്ടതെന്ന് ശരിക്കും ആർമിയാണത് വിശദീകരിക്കേണ്ടിയിരുന്നത്. ആരൊക്കെയാണ് കൊന്നതെന്നും അവർ തുടങ്ങിയ വിവരങ്ങൾ ആർമി പറയുന്നതായിരുന്നു ഉചിതം പാർലമെൻറ്റിൽ പറയുന്നതിനേക്കാൾ. മറ്റൊരു കാര്യം, ഈ ഓപ്പറേഷൻ മഹാദേവ് തുടങ്ങിയ സമയത്ത്, ഓപ്പറേഷൻ മഹാദേവ് എന്നത് ശനിയാഴ്ച മറ്റു തുടങ്ങിയതാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം ഈ ഏറ്റുമുട്ടൽ നടന്ന മഹാദേവ് മലനിരകളോട് ചേർന്നുള്ളൊരു ഭാഗത്ത് അവിടെ ധാരാളം ആദിവാസികളുണ്ട്. അവർ നൊമാഡ്സാണ്, നാടോടികളായിട്ടുള്ള ആളുകളാണ്. അവരിൽ കുറേ പേരെ പിടിച്ചുകൊണ്ടുപോയി ആർമി മർദ്ദിച്ചതായിട്ടൊരു പരാതിയുണ്ട്. ഓൾറെഡി കാലൊടിഞ്ഞ് സർജറിക്ക് വിധേയനാകേണ്ട ഒരാളുടെ മറ്റേ കാലുകൂടി തല്ലിയൊടിച്ചു. അതായത് ഈ ടെററിസ്റ്റുകൾക്ക് ഇവർ ഫുഡും വെള്ളവും നൽകി എന്നാണ് ആർമിയെ ആരോപിച്ച ആരോപണം. അവർക്കെതിരെ നടപടി എടുക്കണമെന്നുള്ള കാശ്മീരിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ആ ഉദ്യോഗസ്ഥർക്കെതിരെ. അതുണ്ടാവില്ല ഇല്ല എന്നുള്ള അറിയില്ല. അതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഴുവൻ പാർലമെൻറ്റിൽ മറുപടിയായിട്ടില്ല. പാർലമെൻറ്റിൽ ഈ വിഷയത്തെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെയും പ്രതിപക്ഷത്തെയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് അമിത്ഷാ ചെയ്തത്. ഇതിൻ്റെ ഉത്തരവാദി ആര്? സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായോ, സുരക്ഷാ വീഴ്ചയും അതുപോലെ ഇൻ്റലിജൻസ് ഗ്യാപ്പ് ഉണ്ടായോ? ഇത്തരം കാര്യങ്ങളിൽ മറുപടി ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടുമില്ല.